1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം ഡിസംബർ 7-8 തീയതികളിൽ നടക്കും. പരിപാടിയുടെ വിജയത്തിനായി ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപവൽക്കരിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് കേരളോത്സവം നടക്കുക. കായിക മത്സരങ്ങൾ ഈ മാസം 30 പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിലായി ആരംഭിക്കും. ഡിസംബർ 7-8 ദിവസങ്ങളിൽ കലാമത്സരങ്ങൾ നടക്കും. 7-ന് ഓഫ് സ്റ്റേജ് ഇനങ്ങളും 8-ന് സ്റ്റേജ് ഇനങ്ങളുമാണ് നടക്കുക. വിവിധ യുവജന ക്ലബ്ബുകൾ, കുടുംബശ്രീ അംഗങ്ങൾ, യുവജന രാഷ്ട്രീയ സംഘടനകൾ, കലാകായിക രംഗത്ത് പ്രമുഖ വ്യക്തികൾ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവർ കേരളോത്സവത്തിന്റെ ഭാഗമാകും. എല്ലാ പഞ്ചായത്തിലും വ്യത്യസ്തമായി ചില ഇനങ്ങൾ, ഐറ്റങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയൊരു അനുഭവം നമുക്കുണ്ട്. അത് നമ്മൾ വോളിബോൾ സ്പോർട്സ് ഐറ്റംസിന്റെ വോളിബോളൊക്കെ ആണെങ്കിൽ നമ്മൾ കുണ്ടുകൂടെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ വടംവലി മത്സരം ചാത്തന്നൂർ, അതേപോലെ ഗ്രാമങ്ങളിലേക്ക് ഈ മത്സരങ്ങൾ പോകുമ്പോൾ അത് കൂടുതൽ ആ നാടിന്റെ ഒരു ജനകീയ ഉത്സവമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വർഷവും ഇത്തരത്തിലുള്ള ചില മത്സരങ്ങൾ വ്യത്യസ്തമായ വേദികളിൽ നടത്തുന്നത് നന്നാവും എന്നൊരു അഭിപ്രായം. അത് സാധിക്കുന്ന രീതിയിലുള്ള സാധ്യമാവുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ നമുക്ക് ഇടയിട്ടുണ്ട്. കലാ മത്സരങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെയാണ് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സംഘടിപ്പിച്ച പോലെ പഞ്ചായത്തിന്റെ വേദി, പഞ്ചായത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വേദിയിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലുമാണ് കഴിഞ്ഞ വർഷം 2 വർഷങ്ങളായി നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. ഏതായാലും ജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് നാട്ടിലെ യുവജന സംഘടനകൾ, യുവജന രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, ഇവരെയൊക്കെ പ്രാതിനിധ്യം കുടുംബശ്രീയിൽ നമുക്കറിയാം വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സാധിക്കുന്നത് കുടുംബശ്രീയാണ്. കുടുംബശ്രീ അടക്കമുള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിലുള്ള കേരളോത്സവം അത് നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഇതിന്റെ തീയതിയുമായി ബന്ധപ്പെട്ട് കേട്ടി സൂചിപ്പിച്ചു. നമുക്ക് കുറച്ച് വൈകിയാണ് നമുക്ക് നടത്താൻ സാധിക്കുന്നത്. നമ്മുടെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയും തൃശ്ശൂർ ജില്ലയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും. അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ ചെറിയൊരു ഇളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നവംബർ 30 തീയതിയാണ് നടത്തേണ്ടതായിരുന്നു പഞ്ചായത്ത് കലോത്സവങ്ങൾ. അതുകൊണ്ട് ഡിസംബർ 15 വരെ ഒരു ഇളവുണ്ട്. അതിന്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് 7-8 തീയതി, അടുത്ത ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ശനി ഞായർ ദിവസമാണ് നമ്മൾ പരിപാടി നടത്താൻ നമ്മൾ മുന്നിൽ കണ്ടുള്ള തീയതി. കാരണം നമ്മൾ കൂടുതൽ ദിവസം അങ്ങോട്ട് പോകാൻ നമ്മുടെ മുന്നിൽ ഇല്ല. പിന്നെ അതോടൊപ്പം ഈ ബ്ലോക്ക് മത്സരങ്ങൾ നടക്കും. അപ്പൊ അതില് നമ്മളെ എൻട്രികൾ സ്വീകരിക്കണം. അങ്ങനെയൊക്കെ ഡേറ്റ് കുറെ നീണ്ടു പോയാൽ. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ യുവജന സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈഫ്, എടവണ്ണ.